ഈ പരസ്യത്തെ ബി.ജെ.പി. എങ്ങനെയാണ് കാണുന്നത്? ബി.ജെ.പി. സംസ്ഥാന അധ്യക്ഷൻ പറഞ്ഞത് എല്ലാ മാന്ത്രിക വടികളും തങ്ങൾക്ക് അനുകൂലമാകുന്നു ഈ തെരഞ്ഞെടുപ്പിൽ എന്നാണ്. ഒരു കാലത്ത് നിങ്ങളുടെ വാരിയറായിരുന്ന സന്ദീപ് വാര്യർ അങ്ങനെ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിരുന്നോ ശങ്കുട്ടി ദാസ്? താങ്കളുടെ ഓർമ്മയിൽ താങ്കൾ പറഞ്ഞാൽ അത് കേരളം വിശ്വസിക്കും. ശങ്കുട്ടി ദാസ്. തീർച്ചയായിട്ടും ഈ ചർച്ചയിൽ വളരെ ആധികാരികമായിട്ടും ഉറപ്പോട് കൂടിയിട്ടും ഞാൻ പറയാം, അത് സന്ദീപ് വാര്യർ ഇട്ട പോസ്റ്റ് തന്നെയാണ്. ആ പോസ്റ്റ് സന്ദീപ് വാര്യർ ഇട്ടത് 2016 സെപ്റ്റംബർ 19 അതെ, തീർച്ചയായിട്ടും സന്ദീപ് വാര്യരുടെ പോസ്റ്റ് തന്നെയാണ്. സന്ദീപ് വാര്യർ പാലക്കാട് എന്ന ഐഡിയിൽ നിന്ന്, അദ്ദേഹം മുൻപ് ഉപയോഗിച്ചിരുന്ന ഐഡിയിൽ നിന്ന് അദ്ദേഹം ഇട്ട പോസ്റ്റാണ്. 2016 സെപ്റ്റംബർ 19 സന്ദീപ് വാര്യർ ആ പോസ്റ്റ് ഇടുന്നത്. ഇപ്പോൾ സന്ദീപ് ഞാൻ ആ പോസ്റ്റ് ഇട്ടിട്ടില്ല എന്നല്ലല്ലോ പറയുന്നത്, അതൊരു ഫാക്ട് ചെക്കിംഗ് ഏജൻസി പരിശോധിച്ചിട്ട് അത് വ്യാജമാണെന്ന് തെളിയിച്ചിട്ടുണ്ടല്ലോ എന്നുള്ളതാണ്. നമുക്കറിയാം ഫാക്ട് ചെക്കിംഗ് ഏജൻസികളെ കൊണ്ട് അങ്ങനെയുള്ള പല സൗകര്യങ്ങളും നമുക്കുണ്ട്. ഓരോ പ്രസ്ഥാനത്തോടും ഓരോ പാർട്ടിയോടും ഒക്കെ അനുഭാവം പുലർത്തുന്ന പല ഫാക്ട് ചെക്കിംഗ് ഏജൻസികളും ഉണ്ട്. അവരുടെ സൗകര്യാനുസരണം പല വാർത്തകളെയും വ്യാജമാക്കി കൊടുക്കാറുണ്ട്, ചില വാർത്തകളെ ശരിയാക്കി കൊടുക്കാറുണ്ട്. താൻ ആ പോസ്റ്റ് ഇട്ടിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് സന്ദീപ് വാര്യർ പറയേണ്ടത്. ഞാൻ ഉറപ്പോട് കൂടിയിട്ട് ഈ ചർച്ചയിൽ പറയുന്നു, ഈ വിഷയത്തിൽ ഇത്രയും പരസ്യമായിട്ട് ജനങ്ങളെ കബളിപ്പിക്കാനുള്ളൊരു ശ്രമം എൻ്റെ കണ്ണിന് മുന്നിൽ നടന്നതുകൊണ്ട് എൻ്റെ ധാർമ്മികത അത് അങ്ങനെ അനുവദിച്ചു കൊടുക്കാൻ അനുവദിക്കാത്തതുകൊണ്ട് ഞാൻ പറയുന്നു, ആ പോസ്റ്റ് നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ. ആ പോസ്റ്റും ആ പോസ്റ്റിലെ കമൻറ്റുകളും നേരിട്ട് കണ്ടിട്ടുള്ള ആളാണ് ഞാൻ മാത്രമല്ല, ഈ ഒരു സ്ക്രീൻഷോട്ട് മാത്രമല്ല ഈ പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ളത്. അന്ന് ധാരാളം ആളുകൾ എടുത്ത വ്യത്യസ്തമായിട്ടുള്ള സ്ക്രീൻഷോട്ടുകൾ സോഷ്യൽ മീഡിയയിലുണ്ട്. ഞാൻ 2-3 തെളിവുകൾ മാത്രം പറയാം. ഇത് 2016 സെപ്റ്റംബർ 19 ഈ പോസ്റ്റ് ഇട്ട ദിവസം തന്നെ RSS അനുഭാവിയായിട്ടുള്ള BJP പ്രവർത്തകനായിട്ടുള്ള ഒരാൾ എഴുതിയിട്ടുള്ള ഒരു പോസ്റ്റാണ് ഇതിനെ വിമർശിച്ചുകൊണ്ട്. അതായത് ഇത്തരത്തിലുള്ള ഉത്തരവാദിത്തരഹിതമായിട്ടുള്ള പ്രസ്താവനകൾ നടത്തുന്ന ആളുകളെ നമ്മൾ പരിശോധിക്കണം. എന്ത് വൃത്തിയോട് പറഞ്ഞിട്ടാണെങ്കിലും അറ്റൻഷൻ സീക്കാനുള്ള ഇത്തരം ആളുകളുടെ ശ്രമം നമ്മൾ ഒരിക്കലും വളം വെച്ച് കൊടുക്കരുത്. കശ്മീർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണ്. കശ്മീരിലെ പൗരന്മാർ ഇന്ത്യയുടെ പൗരന്മാരാണ്. അവരെ കൂട്ടക്കൊല ചെയ്യണമെന്നുള്ള വാദം അംഗീകരിക്കാൻ സാധിക്കില്ലെന്ന് പറഞ്ഞ് രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ 19 സെപ്റ്റംബർ 2016 എഴുതിയിട്ടുള്ള ഫേസ്ബുക്ക് പോസ്റ്റാണിത്. അതായത് 8 കൊല്ലം മുന്നത്തെ ഫേസ്ബുക്ക് പോസ്റ്റാണ്. അപ്പോൾ സന്ദീപ് വാര്യർ ഏതെങ്കിലും കാലഘട്ടത്തിൽ കോൺഗ്രസിലേക്ക് വന്നാൽ അന്ന് ഇയാൾക്കെതിരെ ഉപയോഗിക്കാമെന്ന് കരുതിയിട്ട് 8 കൊല്ലം മുമ്പേ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കിയിട്ട് അത് അപലപിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ. രണ്ടാമത്തെ കാര്യം, ഇത് വ്യാജ സ്ക്രീൻഷോട്ടാണെന്ന് നിങ്ങൾ പറയുന്നു. 2016 സെപ്റ്റംബറിൽ സന്ദീപ് വാര്യർക്കെതിരെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കാൻ അദ്ദേഹം അന്ന് ആരായിരുന്നു? അന്ന് BJP അദ്ദേഹത്തിന് വേണ്ടി പരാതി കൊടുത്തു എന്ന് അദ്ദേഹം പറയുന്നു. BJP എന്തിനാണ് സന്ദീപ് വാര്യർക്കെതിരെ പരാതി കൊടുക്കുന്നത്? അന്ന് സന്ദീപ് വാര്യർ BJPയുടെ ചുമതലയിൽ ഇരിക്കുന്ന ആളല്ലല്ലോ. സന്ദീപ് വാര്യർ BJPയുടെ ചുമതലയിലേക്ക്, അതായത് സംസ്ഥാന വക്താവായിട്ട് വരുന്നത് 2019 മാത്രമാണ്. അതിന് മുൻപ് ശ്രീധരൻപിള്ള പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നപ്പോഴാണ് ഒരു അച്ചടക്ക നടപടിയുടെ ഭാഗമായി പുറത്തിരുന്നിരുന്ന സന്ദീപിനെ തിരിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്നതും യുവമോർച്ചയുടെ സെക്രട്ടറി എന്ന് പറയുന്ന പദവി കൊടുക്കുകയും ചെയ്യുന്നത്. ഇതിനു മുൻപ് ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്ന സന്ദീപ് ഫേസ്ബുക്കിലെ സംഘപരിവാർ അനുഭാവിയായിട്ടുള്ള ഒരാൾ മാത്രമാണ്. അറ്റൻഷന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ മാത്രമാണ്. അങ്ങനെ ഒരാളുടെ വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടാക്കേണ്ട ആവശ്യം ആർക്കാണ്? അങ്ങനെ ഒരു വ്യാജ സ്ക്രീൻഷോട്ട് ഉണ്ടെങ്കിൽ അതിനെതിരെ പരാതി കൊടുക്കേണ്ട ആവശ്യം പാർട്ടിക്ക് എന്താണ്? അപ്പോൾ 2016 തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് അന്നേ ദിവസം തന്നെ ഈ പോസ്റ്റ് എഴുതിയ ആൾ തന്നെ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടാണ് കേട്ടോ. നിങ്ങൾ ഈ ചർച്ചയിൽ പറയുന്ന അനീഷ് ശംസുദ്ദീൻ്റെ സ്ക്രീൻഷോട്ട് അല്ല, ഈ രഞ്ജിത്ത് രവീന്ദ്രൻ എന്ന് പറയുന്ന ആൾ തന്നെ താൻ എടുത്ത സ്ക്രീൻഷോട്ട് വെച്ച് എഴുതിയ പോസ്റ്റാണ്. അതിൻ്റെ അവസാന വരി ഇങ്ങനെയാണ്: എവിടെ പോകണം എന്ന് ആഗ്രഹിച്ചാലും ഓരോ കശ്മീരിയും ഇന്ത്യൻ പൗരനാണ്. അവരെ കൂട്ടക്കൊല ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന ഏതൊരുത്തരും ഇന്ത്യയോട് തന്നെയാണ് യുദ്ധം പ്രഖ്യാപിക്കുന്നത്. Debate with Dr. Arun Kumar.